നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. റോഡരികിൽ മാലിന്യം തള്ളിയവരെ കണ്ടുപിടിക്കണമെന്ന് നാട്ടുകാർ. മലമ്പുഴ SP ലൈൻ പോലീസ് സ്റ്റേഷൻ റോഡരികിൽ മാലിന്യ ചാക്കുകൾ നിക്ഷേപിച്ചവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കക്ക ചാക്കിലാക്കി വെച്ചത് നനഞ്ഞ് ചുണ്ടമായി മാറിയതാകാം ഇതെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. പണ്ട് ഈ വഴിക്കായിരുന്നു ബസ് ഗതാഗതം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ റോഡ് പണിതതോടെ ഈ വഴിക്കുള്ള ഗതാഗതം വളരെ കുറവാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സുകൾ, പോലീസ് സ്റ്റേഷൻ, കുടുംബാരോഗ്യ കേന്ദ്രം തുടങ്ങിയവ ഈ റൂട്ടിലാണ് പ്രവർത്തിക്കുന്നത്. വിജനമായ ഈ സ്ഥലത്ത് തെരുവുവിളക്കുകൾ സ്ഥാപിക്കുക, CC ക്യാമറ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പരിസരത്ത് ചാക്കുകളിലാക്കിയിട്ട് ചുണ്ണാമ്പ് കട്ട് ചെയ്തോ മറ്റോ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇത് നമ്മുടെ ഈ പരിസരത്തുള്ള വീടുകളിൽ നിന്നൊന്നും ആയിരിക്കില്ല. എനിക്ക് തോന്നുന്നത് ചുണ്ണാമ്പ് കൂടുതലായിട്ടുള്ള ഭാഗത്തുനിന്ന് അതിൻ്റെ വേസ്റ്റെല്ലാം കൂടെ വണ്ടിയിലാക്കി കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയിരിക്കുന്നതാണ്. ഏതായാലും ഇവിടെ അടുത്തുനിന്ന് ഒരു വീട് പണിയുന്നിടത്തുനിന്ന് ഇത്രയും സാധനം വേസ്റ്റ് വരികയില്ല. പക്ഷേ അവിടെ ആർക്കും കൊണ്ടുവന്ന് തള്ളാം. ലൈറ്റില്ല, അവിടെ വെറും ഇരുട്ടാണ്, കാടുമാണ്. ആർക്കും അങ്ങോട്ട് നോട്ടം എത്തിയല്ല. 2 വീടാണ് ഇവിടെ. ഒന്ന് എൻ്റെ വീട്, ഇത് ഇവിടുന്ന് ഒരു 250 മീറ്ററെങ്കിലും ദൂരമുണ്ട് അങ്ങോട്ട്. പിന്നെ ഒരു വീട് ഇവിടെയാണ്. ഈ രാത്രി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിജനമായ സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങി ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. പന്നി, ഭയങ്കര പന്നിക്കൂട്ടങ്ങളാണ്. അങ്ങോട്ടൊന്നും രാത്രി നമുക്ക് പോകാൻ പോലും സാധിക്കില്ല. ബൈക്ക് കൊണ്ട് പോയാലും എങ്ങനെ പോയാലും ആപത്താണ്. അപ്പം സർക്കാർ തന്നെ അതിന് ക്യാമറ വയ്ക്കുകയോ അവിടെ ലൈറ്റുകൾ ഇടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇവിടെ വേറെ താമസക്കാരും വിജനമായ സ്ഥലമാണ്. പണ്ട് ബസ് പോയിരുന്നതാണ് അല്ലേ? പണ്ട് ഇത് മെയിൻ റോഡായിരുന്നു, ബസ് പോയിരുന്ന ഇതാണ്. പക്ഷേ അന്ന് നിറച്ച് ക്വാർട്ടേഴ്സുകളുണ്ടായിരുന്നു. ഇപ്പോൾ ക്വാർട്ടേഴ്സുകളൊന്നുമില്ല. ആ ഫിഷറീസിൻ്റെ 2 ബിൽഡിംഗ് ഉണ്ട്. അവരൊക്കെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വാതിലടച്ച് അകത്തെ കാര്യങ്ങൾ നോക്കി അവരുടെ ജീവിതം അതായി. അതല്ലാതെ പുറത്ത് ആരെയും കാണിയാല. വല്ലപ്പോഴും പോലീസുകാർ ഇതിൽ വന്നു പോകും. അതല്ലാതെ വേറെ വാഹനങ്ങളും രാത്രി വരാറില്ല.